ചരിത്രബോധമില്ലാത്ത ചില ആളുകൾ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ വന്ന് പട്ടികജാതി പട്ടികവർഗക്കാരെ പല തട്ടുകളിലാക്കി ഭിന്നിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. സുപ്രീം കോടതി പട്ടികജാതി പട്ടികവർഗക്കാർക്ക് ഓരോ വിഭാഗത്തെയും വിഭജിച്ച് സംവരണം നൽകണമെന്ന് പറയുമ്പോൾ അത് പാടില്ല, പട്ടികജാതി പട്ടികവർഗക്കാരെ ഒറ്റ ഗ്രൂപ്പായി കാണണമെന്ന നിലപാടാണ് KPCCക്കുള്ളത്. എന്നാൽ അതിന് വിരുദ്ധമായി പട്ടികജാതി പട്ടികവർഗ വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന മന്ത്രി ശ്രീ OR കേളുവിനെ താഴ്ത്തിക്കെട്ടുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത്. 1957 മുതൽ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ്, അതല്ലെങ്കിൽ ഹരിജനക്ഷേമ വകുപ്പ്, പഴയ ഹരിജനക്ഷേമ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് പട്ടികജാതിക്കാരാണ്. അതിലൊരു ചെറിയ മാറ്റം വന്നത് കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ്. അതായത് പട്ടികവർഗത്തിന് ഒരു മന്ത്രി, അത് ശ്രീമതി PK ജയലക്ഷ്മി ആയിരുന്നു. അവർ പട്ടികവർഗമാണ്. അത് ഉമ്മൻചാണ്ടിക്കും കോൺഗ്രസിനും പട്ടികവർഗക്കാരോട് അടങ്ങാത്ത പ്രേമം കൊണ്ട്, സ്നേഹം കൊണ്ട്, അല്ലേ ആ സമുദായത്തെ, ആദിവാസികളെ, പട്ടികവർഗക്കാരെ ഉയർത്തി അധികാരത്തിൻ്റെ സോപാനത്തിലെത്തിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയല്ല അന്ന് PK ജയലക്ഷ്മി എടുത്തത്. ആ ചർച്ചകളിലെല്ലാം ഞാനും ഭാഗികമായിട്ടുണ്ടായിരുന്ന, തൽക്കാലം ഭാഗ്യമെന്നേ പറയുന്നുള്ളൂ. അന്ന് PK ജയലക്ഷ്മി എടുക്കാൻ ഒരു വനിത മന്ത്രിയാകണം. ഒരു പെൺതരി പോലും അന്ന് കോൺഗ്രസിൽ നിന്നും വേറെ ആരും ജയിച്ചു വന്നില്ല. PK ജയലക്ഷ്മി അല്ലാതെ വേറെ ആരെങ്കിലും ജയിച്ചു വന്നിരുന്നെങ്കിൽ PK ജയലക്ഷ്മി ആ മന്ത്രിസഭയിൽ ഉണ്ടാകത്തില്ല. ഒരു വനിത മിനിമം ഒരു വനിതയെങ്കിലും മന്ത്രിയാകണമെന്നുള്ള ശ്രീമതി സോണിയാഗാന്ധിയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അന്ന് PK ജയലക്ഷ്മിയെ മന്ത്രിസഭയിലെടുത്തത്. അല്ലേ എടുക്കില്ലായിരുന്നു. പിന്നെ അനിൽകുമാറിന് ടൂറിസം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ എങ്ങനെ കിട്ടി എന്നുള്ളത് അനിൽകുമാർ തന്നെ വ്യക്തമാക്കട്ടെ. എന്തുകൊണ്ട് അന്ന് പട്ടികവർഗ വകുപ്പ് എന്തുകൊണ്ട് അനിൽകുമാർ ഏറ്റെടുത്തില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കട്ടെ. അതിനെക്കുറിച്ച് പിന്നീട് പ്രതികരിക്കാമെന്നാണ് ആഗ്രഹിക്കുന്നത്. പട്ടികജാതിക്കൊരു മന്ത്രിയില്ല എന്ന് വിലപിക്കുന്നവർ എന്തുകൊണ്ട് 82-87 കാലഘട്ടത്തിൽ പട്ടികജാതി വകുപ്പിൻ്റെ മന്ത്രിയായിരുന്ന അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ K കരുണാകരൻ്റെ നടപടിയെ അഭിനന്ദിക്കുന്നു? അപ്പോൾ കരുണാകരനെ പോലൊരു മുതിർന്ന നേതാവ്, അന്ന് കോൺഗ്രസിൻ്റെ ഏറ്റവും ഉന്നതങ്ങളിൽ വിരാജിക്കുന്ന K കരുണാകരൻ ആ വകുപ്പ് ഏറ്റെടുക്കണമെന്ന് ഞങ്ങളെല്ലാം ആവശ്യപ്പെടുകയും അദ്ദേഹം ആ വകുപ്പ് ഏറ്റെടുക്കുകയും ചെയ്തു. അതൊരു പാപഭാരമാണോ? കരുണാകരൻ പട്ടികവർഗക്കാരനല്ലല്ലോ. ഇവിടെ പട്ടികജാതി വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് പട്ടികവർഗക്കാരനാണ്, ആദിവാസിയാണ്. കരുണാകരൻ ഇവരുടെ കോൺഗ്രസിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ജാതി വെച്ച് വിഭജിച്ചു നോക്കിയാൽ കരുണാകരൻ സാറ് ഒരു സവർണനല്ലയോ? പക്ഷേ എന്തുകൊണ്ട് ആരും അന്ന് എതിർത്തില്ല? CPMകാരെതിർത്തില്ല, CPIക്കാരെതിർത്തില്ല. കേരള സമൂഹം ഒന്നടങ്കം അതിനെ സ്വാഗതം ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് കരുണാകരൻ ഹരിജനക്ഷേമം, അന്ന് ഹരിജനക്ഷേമ വകുപ്പ് എന്നാണ് പറയുന്നത്, ആ ഹരിജനക്ഷേമ വകുപ്പ് എടുത്ത് തെറ്റാണെന്ന് പറയാൻ കോൺഗ്രസ് തയ്യാറുണ്ടോ? അന്ന് കരുണാകരൻ ഗവൺമെൻറ് നടപ്പിലാക്കിയ ഹരിജന ഗിരിജന പദ്ധതികൾ, ഹരിജന ഗിരിജന വർഷം, ആ വർഷം നടപ്പിലാക്കുന്നതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ കമ്മിറ്റി ഉണ്ടായിരുന്നു.
വൈസ് ചാൻസലർമാർ, കളക്ടർമാർ, ഗവൺമെൻറ് സെക്രട്ടറിമാരും എല്ലാം അടങ്ങിയ ഒരു ഒഫീഷ്യൽ കമ്മിറ്റി. ആ കമ്മിറ്റിയിലെ ഏക നോൺ ഒഫീഷ്യൽ മെമ്പറായിരുന്നു ഞാൻ. ഇന്ന് ബംഗാൾ ഗവർണറായിരിക്കുന്ന ശ്രീ CV ആനന്ദബോസായിരുന്നു അതിൻ്റെ കോർഡിനേറ്റർ. ഇങ്ങനെയൊക്കെ ഈ കേരളത്തിൽ ചരിത്രമുണ്ട്. ഈ ചരിത്രമൊന്നും അറിയാതെ പട്ടികജാതിക്ക് മന്ത്രിയില്ല എന്നും പറഞ്ഞ് പട്ടികജാതിക്കാരെയും പട്ടികവർഗക്കാരെയും തമ്മിൽ തല്ലിക്കാനും വിഭജിക്കാനും വേണ്ടിയാണ് ഇവർ ഈ ശ്രമങ്ങളെല്ലാം നടത്തുന്നത്.